നമുക്കെല്ലാവർക്കും അറിയാം, ഈ വർഷത്തെ +1 +2 സയൻസ് വിദ്യാർത്ഥികളെ നേരിട്ട ഏറ്റവും വലിയ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് മാറിയ ചോദ്യപേപ്പർ പാറ്റേൺ തന്നെയാണ്. കാണാതെ പഠിച്ചൊരു വിദ്യാർത്ഥിയേക്കാൾ അപ്പുറത്ത് മനസ്സിലാക്കി പഠിച്ചൊരു വിദ്യാർത്ഥിക്ക് മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരിക്കും ഇനിയുള്ള ചോദ്യപേപ്പറിലെല്ലാം നമ്മൾ കാണാനായിട്ട് പോകുന്നത്. കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഈ ചോദ്യങ്ങളെല്ലാം ആൻസർ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ സ്കൂളുകളിലെ ക്ലാസ്സുകൾ മികവുറ്റതായിരിക്കണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് +2 നിങ്ങൾക്ക് എങ്ങനെ മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ, അതായത് ഹയർ സ്റ്റഡീസിന് പോകാനുള്ള മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ആ സമയങ്ങളെല്ലാം തന്നെ സ്കൂളുകളിലെ ക്ലാസ് എനിക്ക് മനസ്സിലായില്ല, ടീച്ചർ എടുത്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് നേരാവണ്ണം ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റില്ല എന്നീ കാരണങ്ങൾ നികത്തിയിട്ട് കാര്യമില്ല. ഓർക്കുക, നല്ലതാണേലും ചീത്തയാണേലും അത് നീ ഒറ്റയ്ക്ക് തന്നെ അനുഭവിക്കണം. +2 മാർക്ക് കുറവാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഏറ്റവും വലിയ എളുപ്പവഴി എന്ന് പറയുന്നത് ആദ്യം മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക എന്നുള്ളത് തന്നെയാണ്. സൈലത്തിന്റെ +2 അഗ്രി ബാച്ചിന്റെ ക്ലാസ്സുകളെല്ലാം തന്നെ ഈ ഏപ്രിൽ മാസം നമ്മൾ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. ഇതിനോടകം ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇനിയും അഡ്മിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഉടനെ തന്നെ നിങ്ങൾ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. ആദ്യം മുതൽക്ക് തന്നെ ആദ്യ ബാച്ചിൽ തന്നെ പഠിച്ചു തുടങ്ങുക. ശേഷം വരാൻ പോകുന്ന ഓണപരീക്ഷയും ക്രിസ്മസ് എക്സാമും പ്രീ മോഡൽ എക്സാമും മോഡൽ എക്സാമും എല്ലാം നിങ്ങൾ എല്ലാവരും മികവുറ്റ മാർക്ക് നേടേണ്ടത് ഈ വർഷം അത്യാവശ്യമാണ്. എനിക്ക് നിങ്ങളോട് ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. എല്ലാവരുടെയും പിറകിൽ ഓടണമോ, അല്ല അവരോടൊപ്പം ഓടണമോ, അതല്ല അവരെക്കാൾ മുന്നേ ഓടി തുടങ്ങണമോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം.